Hi guys, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് കാലറി, വാട്ട് ആർ മെയിൻ്റനൻസ് കാലറീസ്, കാലറി സർപ്ലസ്, കാലറി ഡെഫിസിറ്റ്, ഇതെന്താ എന്നെല്ലാം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കാലറി? കാലറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നടക്കുമ്പോൾ ഇത്ര കാലറീസ് ബേൺ ആവുന്നു, ഓടുമ്പോൾ ഇത്ര കാലറീസ് ബേൺ ആവുന്നു, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്ര കാലറീസ് ബേൺ ആവുന്നു. അപ്പോൾ അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാലറീസ് എന്താണ്, നമ്മൾ എന്ത് തരം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ബേൺ ആവുന്ന ആ എനർജീനെയാണ് കാലറീസ് എന്ന് പറയുന്നത്. കാലറി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയുടെ യൂണിറ്റാണ്. നമ്മൾ അകലെ പോകുന്നതിന് ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചു, ലിറ്റർ വെള്ളത്തിൻ്റെ ആ ഒരു കണക്കൊക്കെ പറയണില്ലേ, അതേപോലെ ലെങ്ത്തിൻ്റെ മീറ്റർ ഇഞ്ച് എന്ന് പറയുന്ന പോലെ എനർജിയുടെ യൂണിറ്റാണ് കാലറി. അപ്പോൾ ഇനി എന്താണ് മെയിൻ്റനൻസ് കാലറീസ്? നമ്മളിപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ്, ഒരു നോർമലി എല്ലാ ദിവസം ഒരു വ്യക്തിക്ക് ഇത്ര ആക്ടിവിറ്റീസ് അവർ ചെയ്യണ്ടാവുമല്ലോ, ആ ദിവസത്തിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന കാലറീസിനാണ് അവർ മെയിൻ്റനൻസ് കാലറീസ്. അതായത് ദി എമൗണ്ട് ഓഫ് കാലറീസ് യു എക്സ്പെൻഡ് ഇൻ എ ഡേ, ദാറ്റ്സ് കോൾഡ് മെയിൻ്റനൻസ് കാലറീസ്. ഓക്കെ, ഇനി മെയിൻ്റനൻസ് കാലറി എങ്ങനെ ഒരാളുടെ കണ്ടുപിടിക്കണം എന്നത് നമ്മൾക്ക് നോക്കാം. എന്തുകൊണ്ടാണ് മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ, മസിൽ മാസ് ഗെയിൻ ചെയ്യാനും ഫാറ്റ് ലോസിനും വേണ്ടി നമുക്ക് മെയിൻ്റനൻസ് കാലറിന്ന് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ എങ്ങനെയാണ് മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹൗ ടു കാൽക്കുലേറ്റ് മെയിൻ്റനൻസ് കാലറീസ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിൽ കയറുക, ഹൗ ടു കാൽക്കുലേറ്റ് EDEE എടുക്കുക, ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 5'7" വെയിറ്റ് പൗണ്ട്സിലേക്ക് എൻ്റെ ഓർമ്മയില്ല, ജസ്റ്റ് പലപ്പോഴും 190 or something. എക്സസൈസ് ലെവൽ എൻ്റെ വെച്ച് നോക്കുമ്പോൾ ഡെയിലി ഞാൻ 3 to 4 times ഇൻറ്റൻസിലാണ്. ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്താൽ കിട്ടും 2798 കാലറീസ്. അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് നമ്മുടെ മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കാൻ. മെയിൻ്റനൻസ് കാലറിയിൽ നിന്ന് നമുക്കിനി മസിൽ ഗെയിൻ ചെയ്യണം, കുറച്ച് മാസമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ മെയിൻ്റനൻസ് കാലറി എന്താണെന്ന് വെച്ചാൽ, അതിൽ നിന്നൊരു 200 എക്സ്ട്രാ കാലറി ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി ഒരു 2500 ആണെങ്കിൽ നിങ്ങൾ 2700, ദാറ്റ് ഈസ് 2700 കാലറീസ് ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടത് ഒരു ഡേയിൽ. അത് നിങ്ങൾ എവറി ഡേ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ 200 സർപ്ലസ്, അതിന് ആ 200 എക്സ്ട്രയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയാം, കാലോറിക് സർപ്ലസ് എന്ന് പറയും. ആ സർപ്ലസ് നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാജുവലി നിങ്ങൾ മാസ് ഗെയിൻ ചെയ്യാൻ തുടങ്ങും. നമ്മൾ അപ്പോൾ വിചാരിക്കും എന്നാൽ 200-ന് പകരം ഒരു 300, 400, 500, 600 ഒക്കെ ഇട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് കൂടുതൽ മാസ് ഗെയിൻ ചെയ്യില്ല. അങ്ങനെ ചെയ്യരുത്. 200, 250, 300 മാക്സാണ്. 300 ഞാൻ സജസ്റ്റ് ചെയ്യില്ല, 200, 250 ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അതിന് മുകളിൽ പോകുമ്പോൾ പിന്നെ മസിൽ ഗെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഫാറ്റും സ്റ്റോർ ആവാൻ തുടങ്ങും. അപ്പോൾ അതൊരു കാണാൻ അത്ര ചന്തം ഉണ്ടാവില്ല. ആ കൂടി മുഖം വീർത്തും ഒക്കെ അതിൽ ഫാറ്റും കൂടിയും കയറില്ല, മസിൽ മാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 200, 250 മാക്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കാലറിക് ഡെഫിസിറ്റ് ആണ്. കാലറിക് ഡെഫിസിറ്റ് മോസ്റ്റ്ലി ആൾക്കാർ ഫാറ്റ് ലോസിനോ അല്ലെങ്കിൽ ബോഡി റീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലോസ് ആൻഡ് മസിൽ ബിൽഡിംഗ് ടുഗദർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ബോഡി റീകമ്പോസിഷൻ പറയുക. ഫാറ്റ് ലോസ് പറയുമ്പോൾ വെറും ഫാറ്റ് ലോസ്. ആൻഡ് എപ്പോഴും നമ്മൾ ഫാറ്റ് ലോസിനെ മാത്രം എയിം ചെയ്യരുത്, ബോഡി റീകമ്പോസിഷന് മാത്രമേ എയിം ചെയ്യാൻ പാടുള്ളൂ. കാരണം ഫാറ്റ് ലോസിനെ മാത്രം എയിം ചെയ്താൽ നിങ്ങൾക്ക് ഇൻ ദി എൻഡ് സ്കിന്നി ഫാറ്റ് ഡെവലപ്പ് ആവാൻ തുടങ്ങും. അത് ബോഡി റീകമ്പോസിഷൻ ആകുമ്പോൾ മസിൽ ബിൽഡിംഗ് കൂടെ ആകുമ്പോൾ സ്കിന്നി ഫാറ്റിൻ്റെ ഇഷ്യൂസ് വരില്ല. അതിന് ന്യൂട്രീഷനും വലിയൊരു പങ്കുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇനി വാട്ട് ഈസ് കാലറിക് ഡെഫിസിറ്റ്? നിങ്ങൾക്കിപ്പോൾ കിട്ടിയ മെയിൻ്റനൻസ് കാലറി ഫോർ എക്സാമ്പിൾ 2500 എന്നല്ലേ പറഞ്ഞു, അതിൽ നിന്ന് നമ്മൾ ഫാറ്റ് ലോസിനാണെങ്കിൽ ഒരു 500 ഡെഫിസിറ്റ്, അതായത് 2500 നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി വെച്ചെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ട കാലറീസ് പെർ ഡേ ഇസ് 2000 കാലറീസ്. ഓക്കെ, അപ്പോൾ വീണ്ടും ആൾക്കാർ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിടിക്കും 700, 800 ഡെഫിസിറ്റ്. ഒരിക്കലും അത് ചെയ്യരുത്.
നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് ഡൗൺ ആവും, നിങ്ങൾ വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതായിട്ട് നിങ്ങൾ കാണും, യെസ്. പക്ഷേ അത് കുറയുന്നതിൻ്റെ കൂടെ മസിൽ ലോസും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? മസിൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അഗൈൻ അത് നമ്മുടെ BMRനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. BMRനെ എഫക്റ്റ് ചെയ്താൽ അറിയാലോ, നമ്മുടെ ഫാറ്റ് ബേണിങ്ങിനെ അത് നല്ലോണം എഫക്റ്റ് ചെയ്യും. പിന്നെ മെറ്റബോളിസം ഹോൾട്ടാവും. ഇതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. മെറ്റബോളിസം ഹോൾട്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വി ഹാവ് ടു സ്റ്റാർട്ട് ഗോയിങ് ഇൻ സ്മോൾ സർപ്ലസ് അഗൈൻ. മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിച്ചതിന് ചെറിയ സർപ്ലസ് കുറച്ച് നാളത്തേക്ക് കയറ്റി വീണ്ടും നമ്മൾ ഡെഫിസിറ്റ്. എന്തിനാത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനിയും തിന്നാം, ആ ഒരു പരിപാടി തന്നെ. അപ്പോൾ ഡെഫിസിറ്റിൽ പോകുമ്പോൾ 500 ഡെഫിസിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എടുക്കും 700 ഡെഫിസിറ്റ്. അത് കുറച്ച് എക്സ്ട്രീം കേസുകളുണ്ട്, അതായത് ഭയങ്കര ഹയർ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് നമ്മളങ്ങനെ ചെയ്യും. ബട്ട് ഫോർ നൗ, എന്നാൽ പോലും അവർക്കാണെങ്കിൽ 500 എടുത്താൽ എടുക്കാം, നോ ഇഷ്യൂസ്. ഫോർ നൗ നിങ്ങൾ ഈ 500 എടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് 2000 കാലറീസിനുള്ള ഡയറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക ഡെയിലി. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് ബേൺ ആവും ചെയ്യും. അതിൻ്റെ കൂടെ റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതായത് വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മസിലും ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഞാൻ കുറേ വീഡിയോസിൽ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഗെയിനേഴ്സ്, മാസ് ഗെയിനേഴ്സിനെ കുറിച്ച്. അപ്പോൾ എന്തുകൊണ്ടാണ് പല അറിവുള്ള ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നത്, എന്താണോ അവർ പറയാൻ കാരണം, എന്നാൽ പോലും ഞാൻ പറയാം. അവർ പറഞ്ഞ മാസ് ഗെയിനർ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്താ വെച്ചെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. ശരിയാണ്, മാസ് ഗെയിനേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. കാർബ്സും ഫാറ്റും പ്രോട്ടീനും ഒരു മിക്സറാണ്, നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. മാസ് ഗെയിനേഴ്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടും പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഗെയിനേഴ്സ് ആവശ്യം വരുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഈ എക്ടോമോർഫ്സ്, എൻഡോമോർഫ്സ്, മെസോമോർഫ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3 ടൈപ്പ് ഓഫ് ബോഡി ടൈപ്സ് ആണ്. അതിൽ എക്ടോമോർഫുകൾക്കാണ് മോസ്റ്റ്ലി ഗെയിനേഴ്സ് എടുക്കുന്നത്, മോസ്റ്റ്ലി. പിന്നെ മറ്റുള്ളവർ എടുക്കുന്നത് പറഞ്ഞാൽ അവർക്ക് സൈസ് കൂട്ടാൻ, അത് അഗെയിൻ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. നമുക്കിവിടെ മെലിഞ്ഞ പിള്ളേരെ കുറിച്ച് പറയാം. ഈ മെലിഞ്ഞ പിള്ളേർക്ക് ഫോർ എക്സാമ്പിൾ അവരുടെ മെയിൻ്റനൻസ് കാലറി ഒരു 2500 2800 പിടിക്കും. ഈ മെലിഞ്ഞ പിള്ളേരൊന്നും അത്രയും, അവർ പറയും അവർ കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ അഗൈൻ നമ്മൾ അവരുടെ മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് ഡയറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ ആ മെയിൻ്റനൻസ് കാലറി അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് എത്തിക്കാൻ പറ്റാറില്ല. പറ്റുമെങ്കിൽ നല്ലത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിനറും വേണ്ട ഒരു താങ്ങിയും വേണ്ട, ഭക്ഷണം മാത്രം കഴിച്ചത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം കുറേ പിള്ളേർക്ക് അത് പറ്റാത്ത കേസുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ മെയിൻ്റനൻസ് കാലറി എത്തിക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പീനട്ട് ബട്ടറും ഈ വക ബദാമും നട്ട്സും എല്ലാം കയറ്റി ചെയ്യാം. എന്നാൽ പോലും അവർക്ക് ലിമിറ്റ് പോലെ ചിലർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ഇൻറ്റസ്റ്റൈൻസ് അത്രയും ഫുഡ് ഇൻടേക്ക് ചെയ്തിട്ട് പരിചയമില്ലാത്ത കാരണം അവിടെയാണ് നമ്മൾ ലിക്വിഡ് കാലറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് പറഞ്ഞാൽ എത്ര ഒരു വെള്ളം ലിക്വിഡായിട്ട് പോകുമ്പോൾ അതിങ്ങനെ കുടിച്ചാൽ മതി. അവിടെയാണ് നമ്മൾ ഗെയിനേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഞാൻ ഗെയിനർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതാവുമ്പോൾ അവരുടെ മെയിൻ്റനൻസ് കാലറി പ്ലസ് സർപ്ലസ്, മെയിൻ്റനൻസ് പോലും ചിലർക്ക് എത്തില്ല, അവർക്ക് സർപ്ലസ് ആണ് കൊടുക്കേണ്ടത്, ഒരു 200 സർപ്ലസ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കേസുകളിൽ ഞാൻ ഗെയിനർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അവരെടുക്കുമ്പോൾ അവർക്ക് എളുപ്പമായിട്ട് അവരുടെ സർപ്ലസ് എത്തിക്കാനും പറ്റാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സർപ്ലസ് ഫുഡ് വെച്ച് എത്തിക്കാൻ പറ്റിച്ചെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഗോ ഫോർ ഇറ്റ്, ഇറ്റ്സ് ഗുഡ്. ബട്ട് പറ്റാത്ത ഒരു സന്ദർഭമാണ്, നിങ്ങൾക്ക് എത്ര കഴിച്ചിട്ട് പറ്റില്ല, കഴിച്ചിട്ട് ഛർദ്ദിക്കുക, അങ്ങനെ ഉള്ള കേസാണ്. ഞാൻ ഇത് ഉണ്ടാക്കി പറയുന്നുള്ളൂ, അങ്ങനത്തെ ക്ലയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഗെയിനർ നിങ്ങൾ മേടിച്ച് കഴിക്കുകയാണ് നല്ലത്. മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ചാത്തൻ സാധനം ഒന്നും മേടിക്കാണ്ട് ജെന്യൂൻ ആയിട്ടുള്ള സാധനം മേടിക്കുക. ഇനി ഞാൻ ഇങ്ങനെയും കണ്ടിട്ട് വീട്ടിലെ ആൾക്കാർ ഗെയിനർ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ ഗെയിനർ ഉണ്ടാക്കുക വെച്ചെങ്കിലും കുഴപ്പമില്ല. ഗെയിനർ എന്ന് ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് മേടിക്കണം എന്ന് തന്നെ വേണമെന്നില്ല. പക്ഷേ ലിക്വിഡ് കാലറീസ് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ ഫോർ എ പേഴ്സൺ ടു റീച്ച് ദിയർ സർപ്ലസ്. അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. സോ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അത് ഗെയിനർ വേണമെങ്കിൽ ഗെയിനർ അടിക്കാം. അല്ലാണ്ട് ഞാൻ ചില വീഡിയോസിൽ കണ്ട് ഗെയിനർ എടുക്കേണ്ട ആവശ്യമേ ഇല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഉള്ളത് വേ പ്രോട്ടീൻ. അത് ഡെഫിസിറ്റിലുള്ളവർക്ക് മസിൽ ബിൽഡിങ്ങിന് വളരെയധികം സഹായിക്കും. എന്നാൽ തന്നെ പോലും നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് എത്തിക്കാൻ പറ്റിച്ചെങ്കിൽ ആവാം. അത് അഗെയിൻ നമുക്ക് വേറൊരു വീഡിയോയിൽ ഉണ്ടാക്കാവുന്നതല്ലത്. കാരണം അതിൽ പ്രോട്ടീൻ, കാർബ്സ് ആൻഡ് ഫാറ്റിനെ കുറിച്ചും ഓരോ ആൾക്കാർക്ക് എത്രത്തോണ്ട് പ്രോട്ടീൻ, എത്ര കാർബ്, എത്ര ഫാറ്റ് വേണം, പ്രോട്ടീൻ എത്രത്തോണ്ട് ഗ്രാം കഴിക്കണം, അതെല്ലാം കൂടി അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു വീഡിയോ ഉണ്ടാക്കാം.
അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു റീക്യാപ്പ് ചെയ്യാം. എന്താണ് കാലറി എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് എനർജിയാണ്. നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാസ് ഗെയിൻ ചെയ്യാനാണ് നിങ്ങളുടെ ഒരു ആവശ്യമെങ്കിൽ മെയിൻ്റനൻസ് കാലറിയിൽ നിന്നൊരു 200 to 250 സർപ്ലസ് എടുക്കുക. And if your intention is to burn fat loss, അതായത് or body recomposition is much more better, അതാണ് നിങ്ങളുടെ ഉദ്ദേശിച്ചെങ്കിൽ മെയിൻ്റനൻസ് കാലറിയിൽ നിന്ന് ഒരു 500 കുറച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാലറീസ് കൺസ്യൂം ചെയ്യുക, പ്രൊവൈഡഡ് വിത്ത് ഡു വെയ്റ്റ് ട്രെയിനിങ് ആൻഡ് ടേക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ന്യൂട്രീഷനെ കുറച്ചുകൂടി നല്ലൊരു വ്യക്തമായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരു വേറെ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. So I hope this video helped you a lot, and വീഡിയോയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ.